പണ്ട് പല സമയത്തും സിനിമയൊക്കെ കാണില്ലേ, ഈ മാർവലിൻ്റെയും DC-യുടെയൊക്കെ സിനിമ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഒരു സൂപ്പർ ഹീറോ ആയാൽ കൊള്ളാമെന്ന്. എന്തിന് സ്പൈഡർമാൻ ഒക്കെ ഇറങ്ങിയ ടൈമിന് ചിലന്തിയെ കൊണ്ട് കടുപ്പിച്ച് സ്പൈഡർമാൻ ആകാൻ വരെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൂപ്പർമാനെ കാണാം. ഏതോ ഫയറൊക്കെ ഉള്ള ബിൽഡിങ്ങിൽ പോയി സൂപ്പർമാൻ രക്ഷിക്കാൻ പോകണം. അതങ്ങനെയാണ്. ചില സമയത്ത് സൂപ്പർ ഹീറോസിനെ രക്ഷിക്കണം, അവർക്ക് ഹെൽപ്പ് വേണം. അതാണ് ഈ വീഡിയോ കാണിച്ചിരുന്നത്. മം റിവീലിംഗ് ഓൾ മൈ സീക്രറ്റ്സ് ടു റിലേറ്റീവ്സ് ജസ്റ്റ് ടു മേക്ക് ദം ലാഫ്. അത് സത്യമല്ലേ? ചില ടൈമിന് നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടില്ലേ, നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുക. എൻ്റെ അമ്മയാവണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യാറില്ലേ, നമ്മുടെ ഫ്രണ്ട്സും ഇങ്ങനെയൊക്കെ ചെയ്യും. ബാക്കിയുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ അത് പറയും. അപ്പോൾ വരുന്നൊരു ദേഷ്യമുണ്ട്. ഇത് കറുപ്പിലെ സീനല്ലേ. മൈ MBBS ഫ്രണ്ട് ആഫ്റ്റർ ഗീവിങ് ഓയിൻമെൻറ്റ് ഫോർ ലൂസ് മോഷൻ. ഇതെവിടെയാണ് പുരട്ടേണ്ടത്? ഓയിൻമെൻറ്റ് എനിക്ക് കിട്ടി. ഇതായിരിക്കും ഓയിൻമെൻറ്റ്. ഇത് കറക്റ്റ് പുരട്ടേണ്ട സ്ഥലത്ത് പുരട്ടിയാൽ നിൽക്കും. MBBS ഫ്രണ്ട് വാസ് റൈറ്റ്. ഇത് നിവേദ്യത്തിലെ നടനല്ലേ, വലിയൊരു ഫൈറ്റ്. ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും? ഈ പാവം നടൻ സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഫീൽഡ് ഔട്ടായിപ്പോയി. പാവം. നല്ലൊരു അടിയാണോ നോക്കട്ടെ. കൊല്ലു പിന്നെ. ഇങ്ങനെ പട്ടിയെ കണക്ക് അടി വാങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം കൈയൊക്കെ അങ്ങോട്ട് ചുരുട്ടി, എന്നിട്ട് പോയി എന്നങ്ങ് ചാവുക. എന്താ ഇത്? ചിലപ്പോൾ സംഭവം എന്നാന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ വല്ലതായിരിക്കും. ഇത്രയും നേരം പടം പൊട്ടിക്കാൻ വേണ്ടി അഭിനയിച്ചതിന് അവസാനം പറഞ്ഞിട്ടുണ്ടാവും പ്രൊഡ്യൂസർ ചവിട്ടിയങ്ങ് കൂട്ടിയൊക്കെ. ബ്രേക്കിംഗ് പാഡുള്ള സീനാണല്ലോ. വെൻ കമ്പ്യൂട്ടർ ആസ്ക് ആർ യു എ റോബോട്ട്, മേ ബി ഹീ ഈസ് സെർച്ചിങ് ഫോർ ഹിസ് ഫാമിലി. ബാറ്ററി ടച്ചിങ്. അടുത്ത പ്രാവശ്യം വരുമ്പം അറിയോ റോബോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ റോബോട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ലൊരു കുടുംബജീവിതം തരും. ഭയങ്കര ഓവർ തിങ്കിങ്ങുള്ള ഏതോ മീം ക്രിയേറ്റർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ 3-4 ഉള്ളൂ. ഇനി കൂടുതൽ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ അത് പിടിച്ച് റിയാക്ട് ചെയ്യാം. ബൈ.